ഇന്നും നാളെയും ഒക്കെ ആയിട്ട് ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ നിന്ന് ഒരു മോള് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് വിവാഹ വാഗ്ദാനം എന്ന ചടങ്ങ് നിർവഹിക്കുവാനായിട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും മാതാപിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഏറെ സന്തോഷത്തിൻ്റെതായിട്ടുള്ള ഈ നിമിഷങ്ങളിൽ ദൈവം കനിഞ്ഞ് നൽകിയ വലിയ അനുഗ്രഹത്തെ ഓർത്ത് മോളെ ഓർത്തും മോളുടെ ജീവിത അന്തസ്സിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ദൈവം അനുവദിക്കുന്നതിനെ ഓർത്തുമൊക്കെ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ നാളത്തെ ചടങ്ങുകളൊക്കെ ഏറ്റവും ഭംഗിയായ വിധത്തിൽ കൂടുതൽ കാലാവസ്ഥയൊക്കെ അനുകൂലമായ വിധത്തിലൊക്കെ ആയിത്തീരുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് വിവാഹം എന്ന കൂദാശയുടെ വലിയ അർത്ഥവും മഹാത്മ്യവും മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി തന്നെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്ന ആഷ്മിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയുടെ അനുഗ്രഹങ്ങളും കൃപകളും ഈ കുടുംബത്തിൻ്റെ മേലും മോളുടെ മേലും മാതാപിതാക്കന്മാരുടെ മേലും ഇവിടെ കൂടിയിരിക്കുന്ന ബന്ധുമിത്രാദികളുടെയും ഒക്കെ ഉണ്ടാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ക്രിസ്തുനായ ഞങ്ങളുടെ പിതാവേ, എഫേസുകാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ ഭാര്യ ഭർത്താക്കന്മാർക്ക് നൽകുന്ന ഉപദേശങ്ങൾ നമുക്ക് ശ്രദ്ധാപൂർവ്വം ശ്രവിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ എഫേസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22 മുതലുള്ള തിരുവചനങ്ങൾ. സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു ജനിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്കു തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയും ആയിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. ഈശോയെ അവിടുത്തെ തിരുസന്നിധിയിലായിരിക്കുന്ന ഈ മക്കളെയും കുടുംബാംഗങ്ങളെയും അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മേൽ ഓരോ നിമിഷത്തോടും തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങളെയും കൃപകളെയും നന്മകളെയും ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. അങ്ങയുടെ അനന്തമായ കൃപയാൽ അനുഗ്രഹത്താൽ ഈ കുടുംബത്തെ അവിടുന്ന് പ്രത്യേകമായി തന്ന് കടാക്ഷിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കരുണ്യവാനായ ഈശോയെ പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിലേക്ക് ഒരുങ്ങുവാനായിട്ട് പ്രവേശിക്കുവാനായിട്ട് തയ്യാറാകുന്ന ആഷ്ലിയെ ഈ സമയം പ്രത്യേകമായ വിധം അവിടുത്തെ സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സമർത്ഥമായ കൃപ അവളുടെ മേലോടുന്ന് വർഷിക്കണമേ. താൻ ഏറ്റെടുക്കുവാൻ പോകുന്ന വിവാഹ ജീവിതത്തിന്റെ ആഴവും അർത്ഥവും മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരണമായ വിധത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് അവിടുന്ന് ഇവിടെ സജ്ജയാക്കണമേ. അനുഗ്രഹങ്ങൾ നൽകണമേ. ഇവരുടെ ഭാവി കുടുംബജീവിതം ഏറെ സന്തോഷകരമായി തീരുവാനായിട്ട് അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞതായി തീരുവാനായിട്ട് കൃപ നൽകണമേ. ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഭാവി ഭർത്താവിനെയും ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബജീവിതത്തിൽ അവിടുത്തെ കൃപ സമർത്ഥമായി ഉണ്ടാകണമേ. സന്തോഷവും സമാധാനവും നിറഞ്ഞ കുടുംബമായിട്ട് ഭവിക്കുവാനായിട്ട് ഇടയാക്കണമേ. അങ്ങയുടെ നിരന്തര സാന്നിധ്യം കൊണ്ട് കുടുംബത്തെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. കർത്താവ് ഭവനത്തിലുണ്ടെങ്കിൽ ആ ഭവനം സന്തോഷം പൂർണ്ണമായിരിക്കണം. കുടുംബത്തിലെ നാഥനായ കർത്താവിനെ സ്വീകരിക്കുന്ന ഭവനങ്ങൾ തീർച്ചയായിട്ടും ഏറെ അനുഗ്രഹപ്രദമായി തീരും. ആ വിധത്തിൽ ഇവരുടെ കുടുംബത്തിലും അവിടുത്തെ തിരുസാന്നിധ്യം ഉണ്ടാകണമേ. സന്തോഷകരമായ നിമിഷങ്ങളിൽ തീർച്ചയായിട്ടും ആഷ്ടിയുടെ മാതാപിതാക്കന്മാരും സന്തോഷഭരിതരാണ്. തങ്ങളുടെ മകളെ ഒരു പുതിയ ജീവിത അവസ്ഥയിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ
അവരുടെ ജീവിതത്തിൽ ഒരു ആഗ്രഹ സാഫല്യമാണ് നടക്കുക. മാതാപിതാക്കന്മാരെയും അവരുടെ സന്തോഷത്തെ അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. കരുണ്യവനായ ഈശോയെ, ഈ സന്തോഷത്തിൽ പങ്കെടുക്കുവാനായിട്ട് ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്ന എല്ലാവരെയും, കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും ഒക്കെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്ന അവിടുത്തെ കൃപസമർത്ഥമായി എല്ലാവരുടെയും മേലെ അവിടുന്ന് ഭക്ഷിക്കണമേ. അങ്ങയുടെ സാന്നിധ്യം എപ്പോഴും ഇവർക്ക് ഏറെ ആശ്രയവും ശരണവുമായിരിക്കട്ടെ. എല്ലാ ആവശ്യങ്ങളിലും സഹായിക്കുവാനായിട്ട് നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ആശുപത്രിയുടെയും അവരുടെ ഭാവി ജീവിതത്തിലും ഉണ്ടാകുവാനായിട്ട് ഇടയാക്കണമേ. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യവും അനുഗ്രഹവും പ്രാർത്ഥനാ മാധ്യസ്ഥ്യവും ഇവർക്ക് നൽകണമേ. ഈശോയുടെ സന്നിധിയിൽ ഇവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അമ്മയുടെ പ്രാർത്ഥന സഹായം ഏറെ ആഘോഷിക്കുന്ന ഈ സന്തോഷകരമായ ദിവസം ഈ കുടുംബത്തിൽ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും മേൽ അനുഗ്രഹം ഉണ്ടാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ഏതൻ തോട്ടം നട്ടോനേ, നീയാണെൻ യുവമണവാളൻ. നിൻ തോട്ടത്തിൽ നിൻ പേർക്കായി വീശിച്ചിടുക കുളിർത്തിന്നൽ. സത്യമാണാളാ നീതി ഞാൻ, നാഥാ ഞാൻ നിൻ മണവാട്ടി. നീയാണെൻ തണലും താങ്ങും, ചെയ്യണമെന്നോട് കാരുണ്യം. ഞങ്ങളെ കാക്കുന്ന ഓരോരെ എങ്ങും നിന്നാമങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ. എന്നും ഞങ്ങളെ കാക്കുന്ന ഓരോരെ എങ്ങും നിന്നാമങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ. കനവാകെ ചിന്നി മേളം മഴമേളം കൊട്ടി പാട്ടി കൈതാളം തട്ടി വന്നല്ലോ നിൻ കല്യാണം. നേരെ മുകിലോലപ്പന്തൽ താഴെ കുടമുല്ലപ്പന്തൽ നിന്നിൽ കളിയാടും നീ അള്ളിപ്പൂവിന് കല്യാണം. മംഗല്യം വന്നു വിളിക്കുന്നേ, മംഗല്യം വന്നു വിളിക്കുന്നേ, മംഗല്യം വന്നു വിളിക്കുന്നേ. മധുരം കൊടുക്കട്ടെ, കേട്ടില്ല, മധുരം കൊടുത്തോട്ടെ. बचपन की कहानियाँ रखिया में साम के दिल साजन ने ले जानिया। हो सच हो रही है सुनी बचपन की कहानियाँ रखिया में साम के दिल साजन ने ले जानिया। मेरे कंगने से सजी कलाइया तक तक ओनू मर जाइया।
रब दा शुक्रिया है वे तेरे वर्गा वे रांझण मिलिया साजन मिलिया मेहंदी दिया रातां मेरे शगना दे बातां मैनू साजन मिलिया साजन मिलिया शगना दी रात सजे मेहंदी वाले हाथ मैनू साजन मिलिया साजन मिलिया मेहंदी दिया रातां मेरे शगना दी बातां मैनू साजन मिलिया साजन मिलिया अज लगदी मैं तो मिस